ഞങ്ങൾ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. മാമൻ്റെ വീട്ടിൽ മാമിമാർ ഇത് ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുന്നുണ്ട് പാർലറിൽ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ വരുന്നുണ്ട്. സ്റ്റാഫിൽ ഞങ്ങളെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓര് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ മാമൻ്റെ വീട്ടിലാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞാൽ ഞങ്ങളെ ഗസ്റ്റൊക്കെ വരും. അപ്പോൾ മാമിയും അമ്മയും എല്ലാവരും കൂടെ ഗസ്റ്റിനുള്ള വിഭവമൊക്കെ ഉണ്ടാക്കുകയാണ്. ചിക്കനൊക്കെ നിറച്ച് സമൂസ പോലെയുള്ള പലഹാരം ഉണ്ടാക്കുകയാണ് അമ്മമ്മ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മമ്മക്കുള്ള ചായ ഉണ്ടാക്കാണ് മാമി. ഇവിടെ ചെറിയൊരു ഷെഫ് വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കിയാണ്. വൈകുന്നേരമാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരിക. മാമി എന്താ മാമി ഉണ്ടാക്കണേ? ചേച്ചി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ അവിടെ? എല്ലാരും ഗസ്റ്റിനെ കാത്തിരിക്കാണ് ഗൈസ്. അങ്ങനെ അവരെത്തിയപ്പോ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഗസ്റ്റിനൊക്കെ സ്വീകരിച്ചിരുത്തിയതിന് ശേഷം പിന്നെ അവർക്കുള്ള ചായ കൊടുക്കാൻ കേട്ടോ. അവര് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ മൈക്കിൽ ഓരോരുത്തരായി പാട്ട് പാടാൻ തുടങ്ങി. വന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു ആന്റി നല്ല സൂപ്പറായിട്ട് പാട്ട് പാടും കേട്ടോ. പിന്നെ അമ്മമ്മേന്റെ പാട്ടും ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടിയതിന് ശേഷം പിന്നെ ഗസ്റ്റിനുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമല്ലേ പിന്നെ ഞങ്ങൾ കലാപരിപാടികളൊക്കെ ആരംഭിച്ചത്. ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറേ നേരം DJ ലൈറ്റൊക്കെ വെച്ചിട്ട് കുറേ ഡാൻസ് കളിച്ചു. പിന്നെ ഇവിടെയൊക്കെ DJ സോങ് വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോപ്പിറൈറ്റ് വരും എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 12 മണി നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങള് അങ്ങനെ കറക്റ്റ് 12 മണി ആയപ്പോൾ ഞങ്ങൾ സ്കൈ ഷോട്ട് പൊട്ടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാരും ഡാൻസ് ചാലഞ്ച് ചെയ്തു. വീഡിയോ എടുത്ത് ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും പക്ഷെ സംഭവം കിടില്ലായിരുന്നു കേട്ടോ. എല്ലാരും നന്നായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്തു കേട്ടോ.
പിന്നെയും കുറേ സമയം ഡാൻസൊക്കെ അടിച്ചു പൊളിച്ചതിന് ശേഷം ഇത്തവണത്തെ ന്യൂ ഇയർ ആണ്ട് ഗംഭീരാക്കിട്ടോ. അപ്പൊ എല്ലാവരും